കോംപ്ലക്സ് അനാലിസിസിനകത്ത് ഒരു കാര്യമാണ് പറയുന്നത്. അനലറ്റിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ഒരു ഫംഗ്ഷൻ എഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ അനലറ്റിക് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഇസഡ് നോട്ടിൻ്റെ ഒരു നൈബർഹുഡ് എടുത്താൽ അവിടെ ആ ഫംഗ്ഷൻ ഡിഫൈൻഡും ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ എ ഫംഗ്ഷൻ എഫ് ഈസ് said to be analytic at a point z0 if f is defined and differentiable at z0. ഇനി ഒരു പോയിന്റിൽ അനലറ്റിക് അല്ലെങ്കിൽ ആ പോയിന്റിനെ ആ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കുന്നു. എ പോയിന്റ് z0 ഈസ് കോൾഡ് എ സിംഗുലാർ പോയിന്റ് ഓഫ് എഫ് ഇഫ് എഫ് ഫെയിൽസ് ടു ബി അനലറ്റിക് അറ്റ് z0. ഇനി സിംഗുലാർ പോയിന്റ് രണ്ട് തരമുണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും. അതിലെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നമുക്ക് മതി. അപ്പം സിംഗുലാർ പോയിന്റ് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുക എന്ന് വെച്ചാൽ എന്താ? ഒരു സിംഗുലാർ പോയിന്റിന്റെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ നൈബർഹുഡിൽ ആ പോയിന്റ് മാത്രമേ ഉള്ളൂ സിംഗുലാർ, ബാക്കി അതിന് ചുറ്റുമെല്ലാം അനലറ്റിക് ആയിരിക്കും. അതാണ് ഐസൊലേറ്റഡ്. മാറി മാറി കിടക്കുക എന്ന് വെച്ചാൽ സിംഗുലാർ പോയിന്റ്സ് അടുപ്പിച്ചല്ല. എന്ന് വെച്ചാൽ ഒരു സിംഗുലാർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൈബർഹുഡിൽ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. എ സിംഗുലാർ പോയിന്റ് ഈസ് said to be isolated singular point if there is a deleted neighborhood 0 less than mod z minus z0 less than epsilon of z0 through which f is analytic. ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് വെച്ചാൽ എന്തോന്നറിയോ? ആ നൈബർഹുഡിനകത്തെ ആ പോയിന്റ് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻ. അപ്പം z0ൻ്റെ ഒരു നൈബർഹുഡിനകത്ത് z0 മാറ്റി ബാക്കിയുള്ള പോർഷൻ, അതിനെയാണ് ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് 3 ടൈപ്സ് ഉണ്ട്. റിമൂവബിൾ സിംഗുലാർ പോയിന്റ്, പോള്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഇതാണ് 3 ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഇനി ഒരു ടേം ആണ് റെസിഡ്യൂ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് അറിയണമെങ്കിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അറിയണം. അപ്പം ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉള്ളത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിനാണ്. അപ്പോൾ z0 ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ഒരു റേഡിയസ് r ഈസ് എ പോസിറ്റീവ് നമ്പർ സച്ച് ദാറ്റ് f ഈസ് അനലറ്റിക് ഇൻ 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ r. അങ്ങനാണെങ്കിൽ എഫ് ഓഫ് ഇസഡിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. എഫ് ഓഫ് ഇസഡിനെ ലോറൻസ് സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ സിഗ്മ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു z മൈനസ് z0 ദ ഹോൾ റേസ് ടു n പ്ലസ് സിഗ്മ n ഈക്വൽ 1 ടു ഇൻഫിനിറ്റി bn ഡിവൈഡഡ് ബൈ z മൈനസ് z0 റേസ് ടു n. അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ z മൈനസ് z0 ന്യൂമറേറ്റർ വരുന്ന കുറേ ടേംസ് പ്ലസ് z മൈനസ് z0ൻ്റെ പവേഴ്സ് ഡിനോമിനേറ്റർ വരുന്ന കുറേ ടേംസ്. മനസ്സിലായി? അതാണ് ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ. അതിലെ B1 എന്ന് പറഞ്ഞ സാധനം, B1 എന്ന് വെച്ചാൽ എന്താ? 1/z മൈനസ് z0ൻ്റെ കോഎഫിഷ്യൻറ്റ്. അതിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് വിളിക്കുന്നത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z0, അതാണ് B1. അപ്പോൾ ഇതിനകത്ത് an ഉണ്ട്, bn ഉണ്ട്. അതിനകത്ത് bn എന്ന് വെച്ചാൽ 1/2πi ഇൻ്റഗ്രൽ ഓവർ c എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ബൈ z മൈനസ് z0 റേസ് ടു മൈനസ് n+1. ഇനി 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് കോഷി റെസിഡ്യൂ തിയറം. ഇനിയും ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. റെസിഡ്യൂ നോക്കിയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. റെസിഡ്യൂ എങ്ങനെയാണ് നോക്കുന്നത്? 1/z
ഇസഡ് മൈനസ് ഇസഡ് നോട്ടിൻ്റെ കോഎഫിഷ്യൻറ്റ്. അങ്ങനെ ഒരു കോഎഫിഷ്യൻ്റ് ഇല്ല എങ്കിൽ, കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അതാണ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. സോറി, അങ്ങനൊരു നെഗറ്റീവ് ടേംസ് ഇല്ല എങ്കിൽ, എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്റർ പവർ വരത്തില്ല എങ്കിൽ അതാണ് റിമൂവൽ സിംഗുലാർ പോയിന്റ്. ഇനി ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ കുറച്ച് ടേംസേ വരാവും, അതിനെയാണ് പോൾ. ഇൻഫിനിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അതാണ് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. അപ്പം നമുക്ക് പറയാൻ പറ്റും, പോളെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫൈനൈറ്റ് നമ്പറേ കാണത്തുള്ളൂ. ഇപ്പം എം വരെ ഉള്ളൂ, ഡിനോമിനേറ്ററിൻ്റെ പവർ എം വരെ ഉള്ളെങ്കിൽ നമ്മൾ പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയും. ഇനി ഒറ്റ ഉള്ളെങ്കിൽ പോൾ ഓഫ് ഓർഡർ 1, അതിനെയാണ് സിമ്പിൾ പോൾ എന്ന് വിളിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിമൂവൽ സിംഗുലാർ പോയിന്റിൻ്റെ റെസിഡ്യൂ 0 ആയിരിക്കും. റിമൂവൽ സിംഗുലാർ പോയിന്റ് എന്തോ, ഡിനോമിനേറ്റർ ഒന്നുമില്ല, വരത്തില്ല. എന്ന് വെച്ചാൽ എന്തോ, 1/z മൈനസ് ഇസഡ് നോട്ടിന് കോഎഫിഷ്യൻ്റ് ഇല്ല, എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് 0 ആണ്. അതാണ് റിമൂവൽ സിംഗുലാർ പോയിന്റ് റെസിഡ്യൂ 0 ആയിരിക്കും. ഈ റിമൂവൽ സിംഗുലാർ പോയിന്റ്, പോള്, സിമ്പിൾ പോള്, പോൾ ഓഫ് ഓർഡർ എം, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്, അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു വെക്കണം. അപ്പം e⁻1/z, അതിനകത്ത് z = 0 എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ്. മനസ്സിലായി? ഇനി പോൾ ഓഫ് ഓർഡർ എമ്മിൻ്റെ റെസിഡ്യൂ എങ്ങനെ കാണുന്നത്, അതൊക്കെ ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ അതിനകത്ത് വരുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനാണ്. അതിനകത്ത് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 to ∞ f(x) dx, ആ ഫോമിലുള്ള. എന്ന് വെച്ചാൽ എന്താ, ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r f(x) dx ആണ്. ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx ഫോമിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൊരു ക്ലോസ്ഡ് കോണ്ടൂർ സി കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ -6 തൊട്ട് 6 വരെ ഒരു ലൈൻ സെഗ്മെൻറ്റ്, -6 നിന്ന് 6ലേക്ക് വരയ്ക്കുന്ന ഒരു സെമി സർക്കിൾ. അപ്പം നമുക്കൊരു ക്ലോസ്ഡ് കോണ്ടൂർ കിട്ടിയില്ലേ. അവിടെ f(z) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പം -6 തൊട്ട് 6 എന്ന് വെച്ചാൽ റിയൽ ലൈനാണ്. ആ റിയൽ ലൈനിൽ f(z) എന്ന് വെച്ചാൽ f(x) ആയിരിക്കും. ഇനി സി എന്ന് വെച്ചാൽ -6 തൊട്ട് 6 വരെയുള്ള ലൈനും യൂണിയൻ എന്താ, സെമി സർക്കിൾ CR ആണ്. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ CA നമുക്ക് എന്തോ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ -r to r പ്ലസ് ഇൻ്റഗ്രൽ ഓവർ CR എന്ന് എഴുതാം. ഇനി f(z) is a rational number with degree of denominator greater than degree of numerator by at least 2, and f(z) has no poles on the real axis, then limit r tends to infinity integral over CR f(z) dz എന്ന് വെച്ചാൽ 0. എന്ന് വെച്ചാൽ f(z) ഒരു റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഉണ്ട്. അതിനകത്തെ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ 2 അതിൽ കൂടുതലോ ആകണം. പിന്നെ f(z)ന് റിയൽ ആക്സിസിൽ 0 പോൾ കാണരുത്. അങ്ങനാണെങ്കിൽ എന്തോ പറയാം, ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ CR f(z) dz എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് ചോദിച്ചേക്കുന്നത് എന്തുവാ, ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx, അതിനെ എന്തോ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ C f(z) dz എന്ന് എഴുതാം. അതെന്ന് വെച്ചാൽ എന്തോ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് C. അങ്ങനെ അത് ചെയ്യുന്നു. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മൊറേറാസ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷീസ് ഇൻഇക്വാളിറ്റി, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലവ്ലീസ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം മോഡുലസ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ടൈലേഴ്സ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷീസ് റെസിഡ്യൂ തിയറം. ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഒരു 3 എക്സാമിന് നാളെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ശരിക്കും ഇരുന്ന് പഠിക്കണം. മൊറേറാ തിയറം എന്താണ്? ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ എ ഡൊമൈൻ ഡി ഇഫ് ഇൻ്റഗ്രൽ ഓവർ സി f(z) dz equal to 0
for every closed contour C in D, then F is analytic throughout D. എന്ന് വെച്ചാൽ എഫ് ഒരു ഡൊമൈനിൽ കണ്ടിന്യൂസും ആ ഡൊമൈനിലെ ഏത് ക്ലോസ്ഡ് കോണ്ടൂറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഉത്തരം സീറോയാ കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ എഫ് എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ഫംഗ്ഷനാണെന്ന്. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നേക്കുന്ന കാര്യം ആദ്യം എഴുതുക. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ എ ഡൊമൈൻ ഡി ആൻഡ് അസ്യൂം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു സീറോ ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻ ഡി. ഇനിയും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എഫിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഡിയിൽ കാണും. അതായത് there exists an analytic function capital F such that capital F dash of z equal small f of z at every point in D. ഇനി എന്തുവാ, സ്മോൾ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ക്യാപിറ്റൽ എഫ് എന്താ, ഒരു അനലറ്റിക് ഫംഗ്ഷനാണ്. അനലറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അനലറ്റിക് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും സ്മോൾ എഫും അനലറ്റിക് ആണെന്ന്. അടുത്ത Cauchy's inequality. Suppose that a function small f is analytic inside and on a positively oriented circle CR centered at Z0 with radius R. If capital MR denote the maximum value of mod f of Z on CR, then mod f nth derivative at z0 less than or equal to n factorial mr by r raised to n. അപ്പോൾ കോഷീസ് ഇൻഇക്വാളിറ്റി പറയുന്നത് ഒരു സർക്കിൾ സി ആർ ഇസഡ് നോട്ട് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർ റേഡിയസ് വരയ്ക്കുന്ന ഒരു സർക്കിൾ സി ആർ, ആ സർക്കിൾ ഇൻസൈഡിലും അതിൻ്റെ ബൗണ്ടറിയിലും എഫ് ഓഫ് ഇസഡ്, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അനലറ്റിക് ആണ്. മോഡ് എഫ് ഓഫ് ഇസഡിൻ്റെ മാക്സിമം വാല്യൂ എം ആർ ആണ്. എന്ന് വെച്ചാൽ മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ഫോർ ഓൾ ഇസഡ്. അങ്ങനാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എം ആർ ബൈ ആർ റേസ് ടു എൻ ആയിരിക്കും. അതിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ജനറൽ ഫോം എടുക്കുക. അതെന്താണ്, എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ പ്ലസ് 1 ഡി ഇസഡ് ആണ്. രണ്ട് സൈഡിലും മോഡുലസ് എടുത്തു. അപ്പോൾ എന്താ കിട്ടി, മോഡ് എഫ് എൻ ഇസഡ് നോട്ട് ഈക്വൽ മോഡ് എൻ ഫാക്ടോറിയൽ ബൈ 2πi മോഡ് ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ പ്ലസ് 1 ഡി ഇസഡ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് മോഡ് എഫ് ഓഫ് ഇസഡ് എന്താ, ലെസ് ദാൻ എം ആർ ആണ്. അപ്പം നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മോഡ് എഫ് ഓഫ് ഇസഡ് ബൈ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ പ്ലസ് 1 എന്ന് എന്തോ എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1. ആ ആറ് ഡിനോമിനേറ്റർ ആറ് വന്ന എങ്ങനെയാണ്, കാരണം ഇസഡ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർ റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു ആർ എന്ന്. ഇനി എം എൽ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ എഴുതാൻ സാധിക്കും, മോഡ് എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു എൽ. എൽ എന്തുമായിരുന്നു, ലെങ്ത് ഓഫ് ദ കർവ്. ലെങ്ത് ഓഫ് ദ കർവ് എന്തോ, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ 2πr. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2π വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്തോ കിട്ടി, എൻ ഫാക്ടോറിയൽ എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1. ടെയ്ലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് പഠിക്കാനുണ്ട്. ലോറൻസ് സീരീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പിന്നെ മാക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ ചോദിക്കും പല ക്വസ്റ്റ്യനും, അതൊക്കെ എഴുതാൻ അറിയാമല്ലോ. മാക്ലോറിൻ സീരീസ് ഓഫ് കോസ് ഇസഡ് കോസ് എച്ച് ഇസഡ് 1 ഇസഡ് ഇസഡ് സ്ക്വയർ ഇ റേസ് ടു 3 ഇസഡ് 1/1 മൈനസ് ഇസഡ്, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ടൈലർ സീരീസ് എഴുതാൻ, അതിൻ്റെ ലോറൻസ് സീരീസ് എഴുതാൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചെയ്ത് പഠിക്കണേ. അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ. സിംഗുലാരിറ്റി കണ്ടുപിടിക്കാനും റെസിഡ്യൂ കണ്ടുപിടിക്കാനും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഏത് സിംഗുലാരിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. റിമൂവർ സിംഗുലാരിറ്റി ആണോ, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ, പോളാണോ, അത് ഓരോന്നിൻ്റെ റെസിഡ്യൂ കാണാനും പഠിക്കണം. പിന്നെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഇല്ലയോ, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, അതിനകത്ത് ഒരു ടൈപ്പേ പഠിക്കാനുള്ളൂ. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് തിയറം, അത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കും. പിന്നെ അല്ലാത്ത ഡെഫിനിഷന് ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഷി ഗൂസാറ്റ് തിയറം, പിന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇത് ചോദിക്കുക, കോഷീസ് ഇൻഇക്വാളിറ്റി, സോറി, അത് ചോദിക്കും. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല, അതും ചോദിക്കേ. പിന്നെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്, ലോഗരിതം ഫംഗ്ഷന്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്, ഹൈപ്പർബോളിക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ക്വസ്റ്റ്യൻസ് എ പാർട്ടിലൊക്കെ ചോദിക്കും. പിന്നെ കുറച്ച് ഡെഫിനിഷൻസ്, അനലറ്റിക് എന്താ, എൻഡെയർ എന്താ, എൻഡെയർ എന്ന് വെച്ചാൽ എന്തോ എല്ലായിടത്തും അനലറ്റിക് ആണെങ്കിൽ. പിന്നെ ഡിഫറൻഷ്യബിൾ, സി ആർ ഇക്വേഷന്, ഹാർമോണിക്, ലാപ്ലേസ്, പിന്നെ ഹാർമോണിക് ആണെങ്കിൽ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനുള്ളത്, അത് നേരത്തെ വോയിസ് അയച്ചായിരുന്നു. പിന്നെ സി ആർ ഇക്വേഷൻ വെച്ച് അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ. ഇപ്പം ഇസഡ് സ്ക്വയർ അനലിറ്റിക് ആണോ, എങ്ങനെ ചെയ്യുന്നത്? ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കും, ഇസഡ് സ്ക്വയറിനെ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഐ ഇല്ലാത്തതിനെ യു എന്നും ഐ ഉള്ളതിനെ വി എന്നും കൊടുത്തിട്ട്, എന്നിട്ട് യു എക്സ് യു വൈ വി എക്സ് വി വൈ ചെയ്യുക. യു എക്സ് ഈക്വൽ ടു വി വൈ കിട്ടും, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് കിട്ടും. അപ്പോൾ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അനലിറ്റിക് ആണെന്ന് പറയാം. അങ്ങനെ. പിന്നെ ഈ മാക്ലോറിൻ സീരീസ് 1/1 - ഇസഡിൻ്റെ ഒക്കെ അങ്ങനത്തെ ആ ടൈപ്പ്